അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ കോഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഫാഷൻ സൈക്കിൾ, തിയറീസ് ഓഫ് ഫാഷൻ, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ആൻഡ് ഇന്ത്യൻ ഫാഷൻ സെന്റേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ്. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തേത് ഫാഷൻ സൈക്കിൾ എന്താണെന്ന് നോക്കാം. ഫാഷൻ ഓൾവേസ് റിമൈൻസ് ഇൻ മോഷൻ. ഫാഷൻ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന, എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഫാഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യമായിരിക്കില്ല ഇന്നത്തെ ഫാഷൻ, ഇന്നത്തേതായിരിക്കില്ല നാളെ, അത് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. The changes in fashion depends on economic, social and psychological factors. അപ്പോൾ ഒരു ഫാഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. എന്നാൽ വിവിധ ഘടകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫാഷനിൽ സംഭവിക്കുന്ന ചേഞ്ചസ് ഒരേപോലെയുള്ള ഇവന്റ്സ് ആണ് ആ ചേഞ്ചിൽ ഉൾപ്പെടുന്നത്. സാധാരണ രീതിയിൽ ന്യൂ സ്റ്റൈൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഇറ്റ് ഈസ് worn by many people and finally it is discarded. ഈ 3 സംഭവങ്ങൾ ഏത് ഒരു ഫാഷൻ ചേഞ്ചിലും ഉണ്ടാവുന്ന ഒന്നാണ്. The acceptance and rejection of a particular style is indicated through the fashion cycle. ഒരു സ്റ്റൈൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് സ്റ്റൈൽ എന്താണ് എന്നുള്ളത്. ഒരു ഗാർമെന്റിന്റെ ഒരു ഔട്ടർ ലുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും കമ്പോണൻസിന്റെ പ്രത്യേകതകൾ, അതെല്ലാമാണ് ഒരു സ്റ്റൈലിൽ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്റ്റൈലിന്റെ ആക്സെപ്റ്റൻസ്, അത് എത്രത്തോളമാണ് ജനങ്ങളെ സ്വീകരിക്കുന്നത്, അതേപോലെ അതിന്റെ റിജക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത് ഒരു ഫാഷൻ സൈക്കിളിൽ കൂടെയാണ്. ഇറ്റ് ഈസ് യൂഷ്വലി ഡെപിക്റ്റഡ് ആസ് എ ബെൽ ഷേപ്ഡ് കർവ്. ഒരു ബെൽ ഷേപ്ഡ് കർവ്, അതിലൂടെയാണ് സാധാരണ രീതിയിൽ ഈ ഫാഷൻ സൈക്കിൾ സൂചിപ്പിക്കുന്നത്. ഒരു ഫാഷൻ സൈക്കിളിന് 5 സ്റ്റേജുകളാണ് നമ്മൾ പറയുന്നത്. അവ ഏതെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് റൈസ് ഇൻ പോപ്പുലാരിറ്റി, തേർഡ് വൺ പീക്ക് ഓഫ് പോപ്പുലാരിറ്റി, ഫോർത്ത് വൺ ഡിക്ലൈൻ ഇൻ പോപ്പുലാരിറ്റി ആൻഡ് ഫിഫ്ത്ത് വൺ റിജക്ഷൻ. ഇതാണ് ഒരു ഫാഷൻ ലൈഫ് സൈക്കിളിന്റെ 5 സ്റ്റേജസ് എന്ന് പറയുന്നത്. ശരിക്കും ഫാഷൻ സൈക്കിൾ എന്ന് മാത്രമല്ല, ഏതൊരു പ്രൊഡക്റ്റിന്റെയും, നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് കിട്ടുന്ന ഏതൊരു പ്രൊഡക്റ്റിന്റെയും ഒരു ലൈഫ് സൈക്കിൾ നോക്കിയാൽ ഈ 5 സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പതുക്കെ പതുക്കെ അതിന്റെ പോപ്പുലാരിറ്റി കൂടുക, പിന്നീട് കൂടി അത് ഒരു പീക്ക് സ്റ്റേജിൽ എത്തുന്നു, പിന്നീട് അത് കുറയുന്നു, ലാസ്റ്റ് അത് നമുക്ക് കണ്ട് മടുത്ത് കഴിയുമ്പോൾ അത് നമ്മൾ ഉപേക്ഷിക്കുന്നു. അപ്പൊ ഈ ഒരു സ്റ്റേജിലൂടെയാണ് ശരിക്കും ഫാഷൻ സൈക്കിൾ എന്ന് മാത്രമല്ല പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് തന്നെ ഇതിനെ പറയാം. ഈ 5 സ്റ്റേജും എന്താണ്, എന്തൊക്കെയാണ് അതിലെ പ്രത്യേകതകൾ എന്ന് നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്നുള്ളതാണ്. മാർക്കറ്റിൽ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ സ്റ്റൈൽ. ഒരു സ്റ്റൈല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. A fashion is born when it is worn for the first time. ഒരു സാധാരണ രീതിയിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആരെങ്കിലും ഇട്ട് കണ്ടു കഴിയുമ്പോഴാണ് ആ ഫാഷൻ ജനിക്കുന്നത്. ന്യൂ സ്റ്റൈൽ ആർ ഓഫേർഡ് ടു ദ പബ്ലിക് ബൈ ചേഞ്ചിങ് ഡിസൈൻ എലമെന്റ്സ്, ഷേപ്പ്, കളർ, ഫാബ്രിക് ഓർ ഡീറ്റെയിൽസ്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഒരു പുതിയ സ്റ്റൈല് നമ്മൾ പബ്ലിക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ന്യൂ സ്റ്റൈൽസ് ആർ ഓഫേർഡ് ടു ദ public by changing design elements like shape. ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ടിരുന്ന ഒരു ഗാർമെന്റിന്റെ ഷേപ്പില്, സ്കേർട്ട് തന്നെ പല ടൈപ്പ് സ്കേർട്ടുകളുണ്ട്. ഫ്ലെയേഴ്സ് കുറഞ്ഞിട്ടുള്ള ചെറിയ ടൈപ്പ് സ്കേർട്ടുകൾ, പിന്നീട് അതിന്റെ ഷേപ്പ് ഫ്ലെയേഴ്സ് കൂടുമ്പോൾ ഷേപ്പിലെ ഡിഫറൻസ് ആവുന്നു. എസമെട്രിക്കൽ ഷേപ്പ് വേറൊരു ഷേപ്പാണ് അല്ലെ. അപ്പൊ അങ്ങനെ പല പല ഷേപ്പിലുള്ള സ്റ്റൈലുകളാകാം, ഒരു പക്ഷേ കളർ വ്യത്യാസപ്പെടുന്നതാകാം, ഫാബ്രിക്കിലുള്ള വ്യത്യാസങ്ങളാവാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും എലമെന്റ്സിൽ ചേഞ്ചുകൾ വരുത്തിക്കൊണ്ടാണ് പുതിയ ഡിസൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓർ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്നുള്ളത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന
ഒരു അപ്വേർഡ് സ്ലോപ്പ് അല്ലെ, ആ ഒരു തുടക്കം വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ദ അപ്വേർഡ് സ്ലോപ്പ് ഓഫ് ദ കർവ്. ലിമിറ്റഡ് ആക്സെപ്റ്റൻസ് ബൈ കൺസ്യൂമേഴ്സ്. അപ്പൊ അതിലൊരു പ്രത്യേകതയാണ് ഈ സ്റ്റേജില് ലിമിറ്റഡ് ആക്സെപ്റ്റൻസ് ബൈ കൺസ്യൂമേഴ്സ്. കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ ഈ ഒരു സ്റ്റൈല്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാര് അതിനെപ്പറ്റി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. സോ ലിമിറ്റഡ് ആക്സെപ്റ്റൻസ്, അവർ പതുക്കെയാണ് അത് ആ സ്റ്റൈല് സ്വീകരിച്ചു തുടങ്ങുന്നത്. ഹയർ പ്രൈസസ് ഓഫ് പ്രൊഡക്ട്സ്. സാധാരണ രീതിയിൽ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ആദ്യമായിട്ട് വരുമ്പോൾ അതിന് പ്രൈസ് കൂടുതലായിരിക്കും. ലിമിറ്റഡ് പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ മാനുഫാക്ചേഴ്സ് ആ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും. കാരണം ഇത് ജനങ്ങളെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നീട് പ്രൊഡക്ഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് ലിമിറ്റഡ് പ്രൊഡക്ഷൻ. ഇതെല്ലാം ആ സ്റ്റേജിൽ ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ സ്റ്റൈലിന്റെ ആ ഫാഷന്റെ പ്രത്യേകതകളാണ്. ഇറ്റ് ഹാസ് ലിമിറ്റഡ് ആക്സെപ്റ്റൻസ് ബൈ കൺസ്യൂമേഴ്സ്, ഇറ്റ് ഹാസ് ഹയർ പ്രൈസ് ആൻഡ് ലിമിറ്റഡ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് പറയുന്നത് റേസ് ഇൻ ആക്സെപ്റ്റൻസ് ഓർ ഗ്രോത്ത് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജിൽ സൂചിപ്പിക്കുന്നത് ഗ്രോത്ത് സ്റ്റേജ് ആണ്. അപ്പൊ തൊട്ട് മുൻപത്തെ ഫസ്റ്റ് സ്റ്റേജില് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു ഫാഷൻ ഒരു സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിനുശേഷം അതിന്റെ വളർച്ച സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത്തത്. ഫാഷൻ ഫോളോവേഴ്സ് പിക്കപ്പ് ദ ട്രെൻഡ്. അപ്പൊ ആ പുതിയ സ്റ്റൈല് ഫാഷൻ ഫോളോവേഴ്സ്, പ്രത്യേകിച്ച് ഫിലിം സ്റ്റാർസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നു. സ്റ്റൈൽ ഗെറ്റ്സ് പോപ്പുലാരിറ്റി, വൈഡർ ആക്സെപ്റ്റൻസ് ആൻഡ് ഡിമാൻഡ് റൈസസ്. അപ്പൊ എന്ത് പറ്റും? ദ സ്റ്റൈൽ ഗെറ്റ്സ് പോപ്പുലാരിറ്റി, കൂടുതൽ ആൾക്കാര് അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. വൈഡർ ആക്സെപ്റ്റൻസ് ആൻഡ് ഡിമാൻഡ് റൈസസ്, അതിന്റെ ആവശ്യകത കൂടും. നമ്മൾ ഷോപ്പുകളിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഡ്രസ് ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. upward slope of the curve denote this stage. നോക്ക് അതിലെ upward curve അല്ലെ, x ആക്സിസില് ടൈം, അതുപോലെ y ആക്സിസില് സെയിൽസ് ആക്സെപ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. മുകളിലോട്ട് അതിന്റെ ഡിമാൻഡ് റൈസ് ചെയ്യുന്നു എന്നുള്ളത്. ദാറ്റ്സ് ദ ഗ്രോത്ത് സ്റ്റേജ്. അഡാപ്റ്റേഷൻ ആൻഡ് ചേഞ്ചസ് ആർ ഡൺ അറ്റ് സ്റ്റൈൽ. അപ്പൊ ഈ ഒരു സ്റ്റേജില് ഡിമാൻഡ് കൂടുന്നു, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കൂടുതലായിട്ട് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കുവാൻ മാനുഫാക്ചേഴ്സ് ശ്രദ്ധിക്കുന്നു. പ്രൈസ് ഈസ് അഫോർഡബിൾ ബൈ യൂസിങ് ലെസ് എക്സ്പെൻസീവ് ഫാബ്രിക്സ് ആൻഡ് സ്റ്റൈൽസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജില് അതിന് താരതമ്യേന പ്രൈസ് കൂടുതലായിരിക്കും, എന്നാൽ രണ്ടാമത്തെ സ്റ്റേജില് ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് എന്നാൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ രീതികൾ ഇവിടെ സ്വീകരിക്കുന്നു. മാസ് പ്രൊഡക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട്, പ്രൊഡക്ഷൻ കൂടുന്നു. ദ പ്രൊഡക്റ്റ് ഈസ് വൈഡ്ലി അവൈലബിൾ ടു ദ പബ്ലിക്. പബ്ലിക്കിന് ഇഷ്ടം പോലെ അല്ല, നമുക്ക് ഏത് ഷോപ്പിൽ ചെന്നാലും അത് കിട്ടുന്നു. കാരണം ഇവിടെ അത് ആൾക്കാർ ഡിമാൻഡ് കൂടുന്നുണ്ട്, ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെല്ലാം ഷോപ്പുകളിലെല്ലാം പുതിയതായിട്ട് സ്റ്റോക്ക് എത്തുന്നു. ആൻഡ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പീക്ക് ഇൻ പോപ്പുലാരിറ്റി ഓർ മെച്യൂരിറ്റി സ്റ്റേജ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്താ സംഭവിക്കുക? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, അത് അങ്ങേ അറ്റത്ത് എത്തി. പോപ്പുലാരിറ്റി കംസ് ടു ദ പീക്ക് സ്റ്റേജ്. പീക്ക് അതിന്റെ കൊടുമുടി എന്ന് പറയാൻ ഏറ്റവും അറ്റം വരെ എത്തി. സ്റ്റൈൽ ഈസ് വൈഡ്ലി വോൺ ഇൻ സൊസൈറ്റി. ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് അപ്പോൾ സൊസൈറ്റിയിൽ എവിടെ നോക്കിയാലും എല്ലാവരുടെടുത്തും ഈ ഒരു ഡ്രസ്സ് കാണാനായിട്ട് സാധിക്കുന്നു. ആ സ്റ്റൈല് കോമൺ ആയിട്ട് മാറുന്നു. മെജോറിറ്റി കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ആൻഡ് ആക്സെപ്റ്റ് വേരിയേഷൻസ് ഓഫ് ദ സ്റ്റൈൽ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഇത്തിരി വ്യത്യാസപ്പെട്ട സ്റ്റൈലുകളൊക്കെ ചോദിച്ചു തുടങ്ങുന്നു. നമുക്ക് ഇവിടെ എങ്ങനെയാ വരിക? അത് ഡിമാൻഡ് കൂടി അങ്ങൊരു പീക്ക് സ്റ്റേജിലെത്തി അല്ലെ, ആ ഒരു എൻഡ്, അതിന്റെ ആ ഒരു അറ്റമാണ് പീക്ക് സ്റ്റേജ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഇൻട്രൊഡ്യൂസിങ് ന്യൂ കളർ, ടെക്സ്ചർ or details in the existing style may keep the style alive. അപ്പൊ ഈ ഒരു സമയത്ത് എന്താ, നമ്മള് പുതിയ കളേഴ്സ് ഉണ്ടോ, ഇത്തിരി എന്തെങ്കിലും വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ടോ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടുള്ള സ്റ്റൈലുകൾ നമ്മൾ ആവശ്യപ്പെടും. അപ്പൊ അങ്ങനെ പുതിയ പുതിയ മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് വരുത്തുവാണെങ്കിൽ സ്റ്റൈൽ കുറച്ചുകൂടി എലൈവ് ആയിട്ട് കുറച്ചു കാലം കൂടി നിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബോറടിച്ചു തുടങ്ങും. Lengthens at this stage determines if fashion becomes a classic or not.
ഈ സ്റ്റേജിൽ, ഈ പീക്ക് സ്റ്റേജിൽ എത്ര കാലം അത് നിലനിൽക്കും എന്നുള്ളതാണ് അതിനെ ക്ലാസിക് ആയിട്ട്, അല്ലെങ്കിൽ ആ ഫാഷനെ ക്ലാസിക് ആയിട്ട് മാറ്റുന്നത്. നമ്മൾ ക്ലാസിക് എന്താണെന്നും ഫാഡ് എന്താണെന്നുള്ളതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാഷനാണ് ക്ലാസിക്. അതേപോലെ തന്നെ പെട്ടെന്ന് പോകുന്ന ഒരു ഫാഷനാണ് ഫാഡ് എന്നുള്ളത്. ഈ പീക്ക് സ്റ്റേജിൽ തന്നെ ആ സ്റ്റൈൽ നിൽക്കുവാണെങ്കിൽ, അത്രയും പോപ്പുലാരിറ്റിയോട് കൂടി തന്നെ ആ സ്റ്റൈല് കുറെ കാലം നിൽക്കുകയാണെങ്കിൽ അത് ഒരു ക്ലാസിക് സ്റ്റൈലായിട്ട് മാറുന്നു. പ്രൈസ് ഈസ് അഫോർഡബിൾ ബൈ മോസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. അപ്പൊ ഈ ഒരു സ്റ്റേജില് പ്രൈസ് കുറയുന്നുണ്ട്. അപ്പൊ മിക്കവാറും എല്ലാ കൺസ്യൂമേഴ്സിനും തന്നെ, ഉപഭോക്താക്കൾക്കും ഈ ഒരു സ്റ്റൈല് വാങ്ങാനായിട്ട് സാധിക്കുന്നു. ദ സ്റ്റൈൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. വളരെ കൂടുതലായിരിക്കും പ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് സ്റ്റേജ് ഈസ് ദ ഡിക്ലൈൻ ഇൻ പോപ്പുലാരിറ്റി. അവിടെ എന്ത് ചെയ്യുന്നു? പോപ്പുലാരിറ്റി കുറയുന്നു. അപ്പൊ ഒരു പീക്ക് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പതുക്കെ കുറയാണ് ചെയ്യുന്നത്. നമ്മൾ പറയും ഒരു കുന്നിന് ഒരു കുഴി എന്ന്. അതേപോലെ ഇവിടെ അത്രയും പീക്ക് സ്റ്റേജിൽ എത്തി, അതിനുശേഷം പതുക്കെ അത് കുറഞ്ഞു തുടങ്ങുന്നു. പോപ്പുലാരിറ്റി ഓഫ് ദ സ്റ്റൈൽ ഡിക്രീസസ്. കുറയാൻ തുടങ്ങുന്നു പതുക്കെ. സ്റ്റൈൽ ഹാസ് ഓവർ എക്സ്പോസ്ഡ്. അത് നമ്മൾ എവിടെ നോക്കിയാലും, എവിടെ പുറത്തോട്ട് ഇറങ്ങി നോക്കിയാലും ആ ഒരു സ്റ്റൈല് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ ബോറടിച്ചു തുടങ്ങും, കണ്ട് കണ്ട് മടുത്തു തുടങ്ങുന്നു. ഡിമാൻഡ് ഫോർ ദ ഫാഷൻ ഡിക്രീസസ്. നമ്മൾ സ്വാഭാവികമായിട്ടും കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റൈൽ അവർ എടുത്ത് കാണിക്കുകയാണെങ്കിൽ നമ്മൾ പറയും വേണ്ട ഇത് ഔട്ട് ഓഫ് ഫാഷൻ ആയല്ലേ, വേണ്ട, മാറ്റിക്കോ, നമുക്ക് വേണ്ട, പുതിയത് നോക്കട്ടെ എന്ന് നമ്മൾ ആവശ്യപ്പെടാൻ തുടങ്ങുന്നു. ഡിനോട്ട്സ് ഡൗൺവേർഡ് സ്ലോ. പതുക്കെ അതിന്റെ ആക്സെപ്റ്റൻസ് കുറയുന്നു. നമുക്ക് താഴോട്ട് വന്നു അല്ലെ, അതിന്റെ ആക്സെപ്റ്റൻസ് കുറഞ്ഞു. ഇപ്പൊ ഒരു ബെൽ ഷേപ്പ് വന്നില്ലേ ആ കർവ്. ഫാഷൻ ഹാസ് ഓവർ സാച്ചുറേറ്റഡ്. മാക്സിമം എത്തിക്കഴിഞ്ഞു അതിന്റെ ലെവല്. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്റ്റൈൽ ഹാസ് ഫ്ലഡഡ് അറ്റ് ദ മാർക്കറ്റ്. മാർക്കറ്റിലൊക്കെ ഏത് ഷോപ്പിൽ ചെന്നാലും നമുക്ക് ആ സ്റ്റൈല് കാണുവാൻ പറ്റും. കൺസ്യൂമേഴ്സ് വോണ്ട് പേ ഹൈ പ്രൈസ് ഫോർ ദിസ് ഫാഷൻ. ഇനി എന്താ, നമ്മൾ കൂടുതൽ പൈസ കൊടുത്തിട്ട് ഈ ഒരു ഫാഷൻ നമ്മൾ വാങ്ങൂല, നമ്മൾ പറയും അത് വേണ്ട എന്ന് തന്നെ പറഞ്ഞു തുടങ്ങും അല്ലെ. ഡിക്രീസ് ഇൻ ഡിമാൻഡ് ലീഡ്സ് ടു സ്റ്റാർട്ട് ഓഫറിംഗ് ഡിസ്കൗണ്ട് ആൻഡ് റെഡ്യൂസ്ഡ് പ്രൈസ്. അപ്പൊ എന്താ, കടകളില് ഇതിങ്ങനെ കുറെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലുകളും ഡിസ്കൗണ്ട് പ്രൈസും അല്ലെ, ഒന്നിടത്തൊന്ന് ഫ്രീ അല്ലെങ്കിൽ 50% ഓഫ്, അങ്ങനെയുള്ള റെഡ്യൂസ്ഡ് പ്രൈസും ഡിസ്കൗണ്ട് ഓഫേഴ്സും ഒക്കെ നമുക്ക് നൽകുവാൻ തുടങ്ങുന്നു. അതെല്ലാം ആ പോപ്പുലാരിറ്റി ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ്, ദ ഫൈനൽ സ്റ്റേജ്, റിജക്ഷൻ ഓർ എബ്സലൻസ് എന്നുള്ളത്. ദ സ്റ്റൈൽ ബിക്കം ഔട്ട്ഡേറ്റഡ് ആൻഡ് ഈസ് ദെയർഫോർ റിജക്റ്റഡ്. സ്റ്റൈല് ഔട്ട്ഡേറ്റഡ് ആയി അല്ലെ, നമ്മൾ പറയാം ഔട്ട് ഓഫ് ഫാഷൻ ആയി കഴിഞ്ഞു, ഇനി നമുക്കത് ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് റിജക്റ്റഡ്. അത് നമ്മൾ ഉപേക്ഷിക്കുന്നു. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും പതുക്കെ അലമാരിയുടെ അടിയിലത്തെ തട്ടിലോട്ട് അതിനെ മാറ്റിവെക്കുന്നു. കാരണം പുറത്ത് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ ഒരു ഡ്രസ് ഉണ്ട്, ഈ ഒരു സ്റ്റൈല് നമുക്ക് കാണാൻ പറ്റും. സ്റ്റൈല് ബോറിംഗ് ആയി തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിത് റിജക്റ്റ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റൈൽ ഹാസ് സ്റ്റോപ്ഡ് ബൈ മാനുഫാക്ചേഴ്സ്. മാനുഫാക്ചേഴ്സ് നിർമ്മിക്കുന്ന ആൾക്കാര് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ 5 സ്റ്റേജസിലൂടെയാണ് ഏതൊരു ഫാഷൻ മാത്രമല്ല ഏതൊരു പ്രൊഡക്റ്റും കടന്ന് പോകുന്നത്. നമുക്ക് ഗ്രാഫിലൂടെ ഒന്നുകൂടി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം അത് ആക്സെപ്റ്റൻസ് അല്ലെ, ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു, പോപ്പുലാരിറ്റി കൂടുന്നു. Then comes the stage, growth stage അല്ലെങ്കിൽ റൈസ് ഇൻ പോപ്പുലാരിറ്റി എന്നുള്ള സ്റ്റേജ്. അതിനുശേഷം അതിന്റെ പീക്ക് എത്തുന്നു അല്ലെ, പോപ്പുലാരിറ്റി പീക്ക് സ്റ്റേജിൽ എത്തുന്നു, പീക്ക് ഓഫ് ദ പോപ്പുലാരിറ്റി. ആൻഡ് ദെൻ കംസ് ദ അതിന്റെ ഡിമാൻഡ് കുറയുന്നു, ആൾക്കാർ പതുക്കെ അതിൽ താല്പര്യം കുറഞ്ഞു തുടങ്ങുന്നു. ആൻഡ് ദാറ്റ് സ്റ്റേജ് is known as a decline in popularity. And finally the product is rejected from the മാർക്കറ്റ്. ഇങ്ങനെ 5 സ്റ്റേജിലൂടെയാണ് ഒരു ഫാഷൻ സൈക്കിൾ കടന്നു പോകുന്നത്. ഇൻട്രൊഡക്ഷൻ, റൈസ് ഇൻ പോപ്പുലാരിറ്റി, പീക്ക് ഓഫ് പോപ്പുലാരിറ്റി, ഡിക്ലൈൻ ഇൻ പോപ്പുലാരിറ്റി ആൻഡ് ഫൈനലി റിജക്ഷൻ ഓഫ് ദി സ്റ്റൈൽ.
ഇനി ലെങ്ത് ഓഫ് ദ സൈക്കിൾസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നോക്കാം. ദ ലൈഫ് ഓഫ് എ ഫാഷൻ മേ റേഞ്ച് ഫ്രം സെവറൽ മന്ത്സ് ടു സെവറൽ ഇയേഴ്സ്. ഈ ഒരു ഫാഷൻ സൈക്കിളിൽ അതിന്റെ ചേഞ്ചസ് വരാനായിട്ട് ചിലപ്പം കുറച്ച് മാസങ്ങൾ മാത്രമായിരിക്കാം, ചിലപ്പോൾ ഇറ്റ് ടേക്സ് മോർ ടൈം, സെവറൽ ഇയേഴ്സ് തന്നെ എടുത്തെന്ന് വരാം. Although all fashion follow the same cyclical pattern, there is no measurable time for a fashion cycle. എല്ലാ ഫാഷനും ഈ ഒരു സെയിം സ്റ്റേജിലൂടെയാണ് പോകുന്നതെങ്കിൽ പോലും എടുക്കുന്ന സമയം വ്യത്യാസം ഉണ്ടായിരിക്കും. സ്റ്റൈൽ ഇൻ ഫാഷൻ ഹാസ് എ വേവി ലൈഫ് സൈക്കിൾ. ഒരു സ്റ്റൈൽ എന്നുള്ളതിന് ഒരു വേവി ലൈഫ് സൈക്കിൾ ആയിരിക്കും. ആദ്യം അത് കുറച്ചു കാലം വന്ന് നിൽക്കുന്നു, വീണ്ടും അല്ലെ ഈ ലൈഫ് സൈക്കിളിലൂടെ മൂവ് ചെയ്ത് അത് ഔട്ടാകുന്നു. ഒരുപക്ഷെ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും അത് വന്നെന്ന് വരാം. നമ്മുടെ സ്ലീവിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു നോക്കുക. പഫ് സ്ലീവ് എന്നുള്ളത് പണ്ട് ഫാഷൻ ആയിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ചു നാൾ ഭയങ്കര ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെട്ടു, പിന്നെ പതുക്കെ അത് ഔട്ട് ഓഫ് ഫാഷനായി. പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങി, പോപ്പുലാരിറ്റി കൂടി, വീണ്ടും അതിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു, പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു. അപ്പൊ അതൊരു വേവി ആയിട്ടാണ് അതിന്റെ അക്സെപ്റ്റൻസ് വരുന്നത്. എ സ്റ്റൈൽ ഇൻ ഫാഷൻ ഹാസ് എ വേവി ലൈഫ് സൈക്കിൾ. അത് പൂർണ്ണമായിട്ടും മാറ്റപ്പെടുന്നില്ല, വന്നും പോയും നിൽക്കുന്നു ഒരു സ്റ്റൈൽ എന്നുള്ളത്. അടുത്തത് പറയുന്നത് ക്ലാസിക് സ്റ്റൈൽ എന്നുള്ളത്. ഈ ക്ലാസിക് സ്റ്റൈൽ ഈസ് പോപ്പുലർ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞതാണത് അല്ലെ. അതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? കണ്ട, പീക്ക് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാ പോകുന്നത്, അതിന്റെ പോപ്പുലാരിറ്റി കുറയുന്നില്ല. ഇതാണ് ഒരു ക്ലാസിക് സ്റ്റൈലിന്റെ സൈക്കിൾ വരുന്നത്. അതിന്റെ റൈസിൻ പോപ്പുലാരിറ്റി വന്ന് പീക്ക് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്, മാറ്റം വരുന്നില്ല. ദാറ്റ് ഈസ് ക്ലാസിക് സ്റ്റൈൽ. അടുത്തത് ഫാഡ് സ്റ്റൈൽ. എങ്ങനെയായിരിക്കും ഫാഡ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പെട്ടെന്ന് പോപ്പുലാരിറ്റി കൂടുന്നു, അതേപോലെ തന്നെ പെട്ടെന്ന് പോപ്പുലാരിറ്റി കുറയുന്നു. ഫാഡ് സ്റ്റൈൽ വിൽ ഡിക്ലൈൻ പോപ്പുലാരിറ്റി ഷോർട്ട്ലി. പെട്ടെന്ന് കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ പീക്ക് സ്റ്റേജ് എത്തി, അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു. ടൈം പീരീഡ് വളരെ കുറവാണ് വരുന്നത്. ഇതാണ് ഫാഡ് സ്റ്റൈലിന്റെ സൈക്കിൾ വരുന്നത്. സ്റ്റാൻഡേർഡ് സൈക്കിൾ ഈസ് എ ലോങ് വേക്ക് ഫിനോമിനൻ. സാധാരണ രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് സൈക്കിൾ ആണെങ്കിൽ അതിനെങ്ങനെയായിരിക്കും? കുറേ കാലം അതിന്റെ ആക്സെപ്റ്റൻസ് പതുക്കെ ആയിരിക്കും പോപ്പുലാരിറ്റി നഷ്ടപ്പെടുന്നത്. ഇറ്റ്സ് എ ലോങ് വേവ് ഫിനോമിനൻ. കണ്ടോ, വളരെ പതുക്കെയാണ് അതിന്റെ പോപ്പുലാരിറ്റി നഷ്ടപ്പെടുന്നത്. പക്ഷെ എന്നാലും അത് കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെടുന്നില്ല. പകരം ഒരു സ്റ്റേജിൽ വന്ന് പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റാൻഡേർഡ് സൈക്കിൾ പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഫാഷൻ സൈക്കിളിനെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫാഷൻ തിയറീസ് ആണ്. ഫാഷൻ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്കണോമിക് ഫോഴ്സ് ഇൻ ദ പ്രസന്റ് ഡേ ലൈഫ്. നമുക്കറിയാം, ഇന്ന് വളരെയധികം ആൾക്കാര് നോക്കി കാണുന്ന ഒരു ഫീൽഡാണ് ഫാഷൻ എന്നുള്ളത്. Fashion theories helps to explain the phenomenon of fashion, where the fashion ideas are originated and disseminated, taste, lifestyles and economic status of consumer groups. എങ്ങനെയാണ് ഫാഷൻ ഒറിജിനേറ്റ് ചെയ്തത്, അതെങ്ങനെയാണ് സോഷ്യൽ ഗ്രൂപ്പിന്റെ ഇടയിലോട്ട് പടരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സോഷ്യൽ ഗ്രൂപ്പിന്റെ, കൺസ്യൂമർ ഗ്രൂപ്പ്സിന്റെ ടേസ്റ്റ്, ഇൻട്രസ്റ്റ്, അവയെ പറ്റി എല്ലാം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫാഷൻ തിയറീസ് എന്നുള്ളത്. Basically, there are three theories of the fashion adoption process: the downward flow theory or trickle down theory, the upward flow theory or trickle up theory, and the third one, the horizontal flow theory or trickle across theory. ഈ മൂന്ന് തിയറിയാണ് നമ്മൾ സാധാരണ ഫാഷൻ അഡോപ്ഷൻ പ്രോസസ്സിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ട്രിക്കിൾ ഡൗൺ തിയറി. സൊസൈറ്റിയിലെ ഡിഫറെന്റ് ക്ലാസിന്റെ ഇടയിൽ എങ്ങനെയാണ് ഫാഷൻ മൂവ്മെന്റ് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു അപ്പർ ക്ലാസ് ഗ്രൂപ്പിന്റെ ഇടയിൽ നിന്ന് താഴോട്ട് പോരുന്ന തരത്തിൽ, മിഡിൽ ക്ലാസ് ആൻഡ് ദെൻ ലോവർ ക്ലാസ്, ആ ഒരു രീതിയിലാണ് ഫാഷൻ മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ട്രിക്കിൾ ഡൗൺ തിയറി സൂചിപ്പിക്കുന്നത്. ഓൾഡസ്റ്റ് തിയറി ഓഫ് ഫാഷൻ അഡോപ്ഷൻ ഐഡന്റിഫൈഡ് ആൻഡ് അക്സെപ്റ്റഡ് ബൈ ദ 19th century economists. 19ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു തിയറി ഐഡന്റിഫൈ ചെയ്തത്. ഇറ്റ് സേസ് എ സ്റ്റൈൽ മസ്റ്റ് ഫസ്റ്റ് ബി അഡോപ്റ്റഡ് ബൈ പീപ്പിൾ ഓഫ് ദ ടോപ്പ് സോഷ്യൽ ലെവൽ. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം, എ സ്റ്റൈൽ ഫസ്റ്റ് ബി അഡോപ്റ്റഡ്, അതായത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ അഥവാ ഫാഷൻ എന്നുള്ളത് ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് ദ പീപ്പിൾ ഓഫ് ദ
ടോപ്പ് സോഷ്യൽ ലെവൽ, സൊസൈറ്റിയുടെ ടോപ്പ് സോഷ്യൽ ലെവലിലുള്ളവരാണ് ആദ്യം ഈ ഒരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ദെൻ ദ സ്റ്റൈൽ ഗ്രാജുവലി വിൻ അക്സെപ്റ്റൻസ് അറ്റ് ദ മിഡിൽ സോഷ്യൽ ലെവൽ ആൻഡ് ലാസ്റ്റ് ടു ദ ലോവർ സോഷ്യൽ ലെവൽ. അങ്ങനെയാണ് ഒരു ഫാഷൻ അഡോപ്ഷൻ നടക്കുന്നത് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. സെഞ്ചുറീസ് എഗോ ദ ഫാഷൻ സെറ്റേഴ്സ് വിത്ത് ദ റോയൽ ഫാമിലീസ്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വരാൻ തന്നെ കാര്യം, ആദ്യകാലങ്ങളിൽ റോയൽ ഫാമിലീസിൽ, രാജകുടുംബങ്ങളിലാണ് ആദ്യമായിട്ട് ഫാഷൻ, പുതിയ ഡ്രസ്സുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അപ്പർ ക്ലാസ് ഗ്രൂപ്പിന്റെ ഇടയിൽ നിന്ന് പിന്നീട് അവരുടെ കീഴിൽ നിൽക്കുന്ന പ്രഭുക്കന്മാര്, മറ്റു ബിസിനസ് ഗ്രൂപ്പുകള്, അങ്ങനെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഗ്രൂപ്പിലോട്ട് ആ ഒരു ഫാഷൻ സ്റ്റൈലുകൾ അഡോപ്റ്റ് ചെയ്യുന്നു. എന്നാൽ അന്നത്തെ കാലത്ത് ലോവർ ക്ലാസ് ഗ്രൂപ്പിന് ഈ ഒരു സ്റ്റൈലുകൾ അഡോപ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്തെ ചരിത്രങ്ങൾ പരിശോധിച്ചാലും ഈ ഒരു കൺസെപ്റ്റ് വളരെ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇതിനെല്ലാം ആ ഒരു റോയൽ ഫാമിലി, രാജകുടുംബങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തരത്തിലുള്ള ഡ്രസ്സുകളാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് അത് നിർമ്മിക്കപ്പെട്ടിരുന്നത്. അവരിൽ നിന്ന് പിന്നീട് മിഡിൽ ക്ലാസ് ഗ്രൂപ്പിലോട്ട് ഇവ അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. ഇൻ ടൈം royalty was replaced by the families of businessmen who became the top of the economic and social group. പിന്നീട് കാലം കടന്നു പോകെ ഒരു രാജകുടുംബങ്ങളുടെ പ്രാധാന്യമെല്ലാം നഷ്ടപ്പെട്ടു. സമൂഹത്തിലെ ഹൈ സോഷ്യൽ ഗ്രൂപ്പ് എന്ന രീതിയിലോട്ട് ബിസിനസ് ഗ്രൂപ്പ് വന്നു. അവരുടെ ഫാമിലിയിലായിരുന്നു പിന്നീട് ഒരു ഫാഷൻ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ഫാമിലിയിലായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ലോവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിലോട്ട് വന്നു. അവർക്കും അത് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ പിന്നീട് ലഭിച്ചു. ലോവർ സോഷ്യോ എക്കണോമിക് പീപ്പിൾ ഫൗണ്ട് ഇറ്റ് സേഫ് ടു കോപ്പി ദ ഫാഷൻ ലീഡേഴ്സ്. ദസ് ഫാഷൻ ട്രിക്കിൾ ഡൗൺ ഫ്രം ഹയർ ഫാഷൻ ലീഡേഴ്സ് ടു ദ ലോവർ സ്ട്രാറ്റ ഓഫ് പീപ്പിൾ. അങ്ങനെ സമൂഹത്തിലെ ടോപ്പ് ലെവലിൽ നിന്നും താഴത്തെ ലെവലിലേക്ക് ഫാഷൻ അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. അതാണ് ട്രിക്കിൾ ഡൗൺ തിയറിയിൽ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ തിയറി പറയുന്നത് ട്രിക്കിൾ അപ്പ് തിയറി. ലോവർ ക്ലാസ്സിൽ നിന്ന് മിഡിൽ ക്ലാസ്, ദെൻ അപ്പർ ക്ലാസ്. ചില ഫാഷൻ കൺസെപ്റ്റുകൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് സ്വീകരിച്ചിട്ടുള്ളത്. ദിസ് തിയറി ഈസ് ഓൾസോ കാൾഡ് as റിവേഴ്സ് അഡോപ്ഷൻ തിയറി. The fashions filter up from lower to upper socio-economic group and from youth to aged. ഇവിടെ പറയുന്നത് ലോവർ ഗ്രൂപ്പിനിടയിൽ അല്ലെങ്കിൽ ടീനേജ് ഗ്രൂപ്പിനിടയിലാണ് ആദ്യമായിട്ട് ഫാഷൻ എറൈസ് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നീട് അത് മിഡിൽ ക്ലാസും ആൻഡ് ലാസ്റ്റ് അപ്പർ ക്ലാസും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. It says that young, those from low and high income families adopt new and different fashions. പിന്നീട് വന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. അത് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ, ടീനേജേഴ്സിന്റെ ഇടയിലാണ് ഈ ഒരു മാറ്റം പെട്ടെന്ന് തന്നെ വന്നത്. ടീനേജേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ, അത് ലോ ഇൻകം ഗ്രൂപ്പ് ആയാലും ഹൈ ഇൻകം ഗ്രൂപ്പ് ആയാലും വളരെ പെട്ടെന്ന് തന്നെ ഫാഷൻ അഡോപ്റ്റ് ചെയ്യുന്നു. അവരിൽ നിന്ന് പിന്നീട് സമൂഹത്തിലെ മറ്റു തലങ്ങളിലേക്കും അത് വ്യാപിക്കുന്നു. അതാണ് ട്രിക്കിൾ അപ്പ് തിയറിയിൽ പറയുന്നത്. ലോവർ ഇൻകം യൂത്ത് ഹാവ് ഫ്യൂവർ ഇൻഹിബിഷൻസ് ആൻഡ് ആർ ഫ്രീ ടു ക്രിയേറ്റ് ന്യൂ ഡ്രസ് പാറ്റേൺസ്. ചില സ്റ്റൈലുകൾ ഉണ്ടാക്കാനായിട്ട് താരതമ്യേന തടസ്സങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പായിരുന്നു ലോ ഇൻകം ഗ്രൂപ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില പുതിയ സ്റ്റൈലുകളും പാറ്റേൺസും എല്ലാം അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിലോട്ട് വന്നു. Upper socio-economic group are safe in their positions and feel free to adopt new dress patterns. Upper class ഈ താഴത്തെ ഗ്രൂപ്പ് അഡോപ്റ്റ് ചെയ്ത ആ പാറ്റേൺസ് അതേപോലെ കോപ്പി ചെയ്യുകയും ചെയ്തു. ഇവിടെ പിക്ചറിൽ 2-3 എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയും സ്ട്രീറ്റ് സ്റ്റൈൽസ് അഥവാ ജിപ്സി മോഡൽസ് എന്നൊക്കെ. സോഷ്യൽ ഗ്രൂപ്പ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രസ്സുകളായിരുന്നു. അല്പം ഫ്രീ നേച്ചറുള്ള ഡ്രസ്സുകൾ. അവ പിന്നീട് അപ്പർ ക്ലാസ്സും ഒരു ഫാഷനായിട്ട് അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. Middle groups are often more traditional but can accept clothing styles of lower and upper socio-economic groups. കുറച്ച് എക്സാമ്പിൾസ് ആണ് ടീഷർട്സ്. ടീഷർട്ട് ശരിക്കും പറഞ്ഞ ലോവർ ക്ലാസിന്റെ ഇടയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അണ്ടർ ഗാർമെന്റ് ആയിരുന്നു. അത് പിന്നീട് അപ്പർ ക്ലാസ് ലെവലിലോട്ടും ഒരു ഹൈ ഫാഷൻ ഇതിലോട്ട് തന്നെ മാറ്റപ്പെട്ടു. അതേപോലെ തന്നെ ജീൻസ് ശരിക്കും ഖനി തൊഴിലാളികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാന്റ് മെറ്റീരിയൽ ആയിരുന്നു ജീൻസ് എന്നുള്ളത്. പക്ഷെ ഇന്ന് എല്ലാ തലത്തിലെ ഉള്ള ആൾക്കാർക്കിടയിലും വളരെ ഹൈലി ഫാഷനബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗാർമെന്റ് ആണ് ജീൻസ് എന്നുള്ളത്. ടീഷർട്സ് ആൻഡ് ജീൻസ് ഓഫ് ദ ഏർലിയസ്റ്റ് ഹിപ്പീസ്, ഡെനിൻ എക്സെട്ര, ഇതെല്ലാം ഈ തരത്തില് ഒരു ട്രിക്കിൾ അപ്പ് അഡോപ്ഷൻ തിയറി ഫോളോ ചെയ്യുന്ന ഫാഷൻ സ്റ്റൈൽസിന് എക്സാമ്പിൾസ് ആണ്. മൂന്നാമത്തെ തിയറിയിൽ പറയുന്നത് ട്രിക്കിൾ അക്രോസ് തിയറി. ഇവിടെ ഒരു ലോവർ അപ്പർ ഇതെല്ലാം വരുന്നത് ഒരേ ഗ്രൂപ്പിന്റെ ഇടയിൽ നിന്ന് സെയിം ഗ്രൂപ്പിലോട്ട് ഫാഷൻ അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പർ ക്ലാസ് ടു അപ്പർ ക്ലാസ്,
മിഡിൽ ക്ലാസ് ടു മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് ടു ലോവർ ക്ലാസ്. ആ രീതിയിലുള്ള ഒരു ഫാഷൻ അഡോപ്ഷൻ ആണ് ട്രിക്കിൾ അക്രോസ് തിയറിയിൽ പറയുന്നത്. This is also called as mass market theory. This theory claims that fashion moves horizontally between groups on similar social levels rather than vertically from one level to another. നേരത്തെ നമ്മൾ പറഞ്ഞ ട്രിക്കിൾ അപ്പിലും ട്രിക്കിൾ ഡൗൺ തിയറിയിലും മുകളിൽ നിന്ന് താഴോട്ടോ അല്ലെങ്കിൽ താഴത്തു നിന്ന് മുകളിലോട്ടോ ഉള്ള ഒരു അഡാപ്ഷൻ ആണ് നടന്നിരുന്നത്. എന്നാൽ ഇതിന്റെ അകത്ത് നല്ല വ്യത്യസ്തമായിട്ട് ഹൊറിസോണ്ടൽ ലെവലിലുള്ള ഒരു ഈക്വൽ തലത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പുകൾ തമ്മിലാണ് ഫാഷൻ അഡോപ്ഷൻ നടന്നിരുന്നത്. As the 20th century progressed, fashion no longer was created by any specific social or economic class. പകരം എല്ലാ എക്കണോമിക് ഗ്രൂപ്പിലെ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ചില ഫാഷൻ സ്റ്റൈലുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ഈച്ച് ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി ഹാസ് ഇറ്റ്സ് ഓൺ ലീഡർ ഓഫ് ഫാഷൻ. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ലീഡേഴ്സ് അവരുടെ ലോക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ അവര് കൺസിഡർ ചെയ്യുന്ന ചില ആൾക്കാർ സ്വീകരിക്കുന്ന ഫാഷനാണ് ഈ ഗ്രൂപ്പിന്റെ ഇടയിലോട്ട് മാറ്റപ്പെട്ടത്. കൂടുതലും ഈ ഒരു കാലഘട്ടത്തിൽ സ്വാധീനിച്ചിരിക്കുന്നത് ഫിലിം സ്റ്റാർസ് ആണ്. അത് ഓരോ സോഷ്യൽ ഗ്രൂപ്പിന്റെ ഇടയിലും അവർക്ക് താല്പര്യമുള്ള ചില സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഫാഷൻ എല്ലാം ഇവര് കോപ്പി ചെയ്യുകയും ചെയ്തു. വേരിയസ് ഡിസൈനർ ആൻഡ് മാനുഫാക്ചർ ലേബേഴ്സ് കോൾ ദ അറ്റൻഷൻ ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ് അറ്റ് ഡിഫറെന്റ് പ്രൈസ് പോയിന്റ്സ്. നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇന്റർനാഷണൽ ആൻഡ് ഇന്ത്യൻ ഫാഷൻ സെന്റേഴ്സ്. ഫേമസ് ഫാഷൻ സെന്റേഴ്സ് ഓഫ് ദി വേൾഡ്. ലോകത്തിലെ ഫാഷൻ ഏറ്റവും പ്രശസ്തമായ ഫാഷൻ സെന്റേഴ്സ് അല്ലെങ്കിൽ ഫാഷൻ ക്യാപിറ്റൽസ് എന്നറിയപ്പെടുന്ന ചില നഗരങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് പരിചയപ്പെടാം. ഫാഷൻ സെന്റർ, ഫാഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും അധികം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സ്ഥലം പാരീസ് തന്നെയാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫാഷൻ ഷോസ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും അധികം ഫാഷൻ മാർക്കറ്റിംഗ്, ഫാഷൻ സ്കൂളുകള് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഈ സ്ഥലങ്ങളിലാണ്. ഫേമസ് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനേഴ്സും ഈ സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവ ഫാഷൻ ക്യാപിറ്റൽസ് ഓഫ് വേൾഡ് എന്നറിയപ്പെടുന്നത്. ന്യൂയോർക്ക്, നിങ്ങൾക്കറിയാം അമേരിക്കയിലുള്ളത് സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി. ലോകത്തില് ഫസ്റ്റ് നിൽക്കുന്ന ഫാഷൻ സെന്റേഴ്സ്, ഫാഷൻ ക്യാപിറ്റൽസിൽ ഫസ്റ്റ് നിൽക്കുന്നതാണ് ന്യൂയോർക്ക് എന്നുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള പല ഫാഷൻ ഡിസൈനേഴ്സും ന്യൂയോർക്ക് ബേസ്ഡ് ഡിസൈനേഴ്സ് ആണ്. സെക്കൻഡ് വൺ പാരീസ്, നെക്സ്റ്റ് ലണ്ടൻ, മിലൻ, നോർത്ത് ഇറ്റലിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് മിലൻ എന്നുള്ളത്. ഒത്തിരി ഫാഷൻ ഡിസൈനേഴ്സ് മിലൻ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ടോക്കിയോ, ജപ്പാനിലെ ടോക്കിയോ. നെക്സ്റ്റ് വൺ ലോസ് ഏഞ്ചൽസ്, റോം, ഇറ്റലിയിലെ തന്നെ റോം. നെക്സ്റ്റ് ബാഴ്സലോണ, സ്പെയിനിലെ ബാഴ്സലോണ. ആൻഡ് ബെർലിൻ, ജർമ്മനിയിലെ ബെർലിൻ ആൻഡ് മാൻഡ്രിഡ്. ഇതെല്ലാം ലോകത്തിലെ വളരെ ഫേമസ് ആയിട്ട് ഇപ്പോഴത്തെ റേറ്റിംഗില് ടോപ്പ് 10 നിൽക്കുന്ന ഫാഷൻ സിറ്റീസ് ആണ്. ഫേമസ് ആയിട്ടുള്ള ഫാഷൻ ഷോസും ഫാഷൻ സ്കൂളുകളും എല്ലാം ഈ സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമാണ് ഈ സിറ്റീസിനെ പറ്റി ഞാൻ പറഞ്ഞത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ വിവരണങ്ങൾ ഈ സിറ്റികളെ പറ്റിയും ഇവിടുത്തെ സ്കൂളുകളെ പറ്റിയും ഫാഷൻ ഷോകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അടുത്തായിട്ട് ഫേമസ് ഫാഷൻ സെന്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഫാഷൻ സെന്റേഴ്സ്, അതില് ഫസ്റ്റ് നമ്മുടെ ക്യാപിറ്റലായ ഡൽഹി തന്നെയാണ്. പിന്നീട് കൊൽക്കത്ത. ഇന്ത്യയിലെ ഫാഷൻ സെന്റേഴ്സിൽ 3 ഡിവിഷൻസ് ആയിട്ടാണ് പറയുന്നത്. നോർത്ത് സോണ്, മിഡിൽ സോണ് ആൻഡ് സൗത്ത് സോണ്. ഇതില് നോർത്ത് സോണിൽ വരുന്നതാണ് ഡൽഹി, കൽക്കട്ട വരുന്നത്. അതേപോലെ മിഡിൽ സോണില് മുംബൈ ആൻഡ് സൗത്ത് സോണില് ഹൈദരാബാദ് ആൻഡ് ബാംഗ്ലൂർ. ഇതാണ് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഫാഷൻ സിറ്റീസ്. ഫേമസ് ആയിട്ടുള്ള ഫാഷൻ ഷോസും ഫാഷൻ ഡിസൈനേഴ്സും ഫാഷൻ സ്കൂളുകളും എല്ലാം ഈ സ്ഥലങ്ങളിൽ വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവ ഇന്ത്യയിലെ ഫേമസ് ഫാഷൻ സിറ്റീസ് ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. ഇന്റർനാഷണൽ ഫാഷൻ ഡിസൈനേഴ്സ്, വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫാഷൻ ഡിസൈനേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ജോർജിയോ ആർമാനി, അദ്ദേഹം ഒരു ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ആണ്. നെക്സ്റ്റ് വൺ റാൽഫ് ലോറൻ, ഇന്ന് ലോകത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു അമേരിക്കൻ ഡിസൈനർ ആണ് റാൽഫ് ലോറൻ. ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡോണ കരൻ, ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനർ ആണ് ഡോണ കരൻ. DKNY എന്നുള്ള ഫേമസ് ലേബൽ ഡോണ കരന്റെ ആണ്. നെക്സ്റ്റ് മാർക്ക് ജേക്കബ്,
ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനറാണ് മാർക്ക് ജേക്കബ്. നെക്സ്റ്റ് ജോനറ്റെല്ല വെർസാച്ചെ, ഇറ്റാലിയൻ ഡിസൈനറാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഡിസൈനേഴ്സിന് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഇഷ്ടം പോലെ ഡിസൈനേഴ്സ് ഉണ്ട്. നിങ്ങളത് നെറ്റിൽ സെർച്ച് ചെയ്ത് കുറച്ചുകൂടി ഡിസൈനേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും അവരുടെ സ്പെഷ്യൽ കളക്ഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കാനും ശ്രമിക്കണം. ഇന്ത്യൻ ഫാഷൻ ഡിസൈനേഴ്സ്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഫാഷൻ ഡിസൈനേഴ്സ് നമുക്ക് ഇന്ത്യയിലുമുണ്ട്. കുറച്ചു പേരെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാഷൻ ഡിസൈനറാണ് സബ്യസാചി മുഖർജി. അദ്ദേഹത്തിന്റെ ബ്രൈഡൽ കളക്ഷൻസ് വളരെ ഫേമസ് ആണ്. നെക്സ്റ്റ് രോഹിത് ബാൽ, ട്രഡീഷണൽ ആയിട്ടുള്ള പാറ്റേൺസ്, ഡിസൈൻസ്, പീകോക്ക് ഡിസൈൻസ്, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ കളക്ഷൻസ്. മറ്റൊരു വേൾഡ് ഫേമസ് ഇന്ത്യൻ ഫാഷൻ ഡിസൈനർ ആണ് മനീഷ് മൽഹോത്ര. പ്രധാനമായിട്ടും ഇപ്പോൾ ഇദ്ദേഹം കോസ്റ്റ്യൂം ഡിസൈൻ, ബോളിവുഡിലെ ഫേമസ് കോസ്റ്റ്യൂം ഡിസൈനർ ആണ്. നെക്സ്റ്റ് വൺ തരുൺ തെഹ്ലേനി, ബ്രൈഡൽ കളക്ഷൻസിനും അതേപോലെ ട്രഡീഷണൽ വേഴ്സിലും വളരെ ഫേമസ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ഡിസൈൻസ് ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നെക്സ്റ്റ് ഋതുകുമാർ, ഇന്ത്യയിലെ ഫേമസ് ഡിസൈനേഴ്സിലെ ഏറ്റവും ആദ്യം പറയാവുന്ന ഒരു പേര് തന്നെയാണ് ഋതുകുമാർ എന്നുള്ളത്. ഇന്ത്യയിലെ ഫസ്റ്റ് ഹോട്ട് കോസ്റ്റ്യൂം ലേബല് ഋതുകുമാറിന്റെ ആണ്. ലേബൽ എന്നാണ് അതിന്റെ പേര്. നെക്സ്റ്റ് ഋതു ബേരി, മറ്റൊരു ഡിസൈനറാണ്. നെക്സ്റ്റ് മനീഷ് അറോറ, വളരെ ഫേമസ് ആയിട്ടുള്ള ചില ട്രഡീഷണൽ പാറ്റേൺസ് ഉപയോഗിച്ചുള്ള കളക്ഷൻസ് ആണ് മനീഷ് അറോറയുടെ. നെക്സ്റ്റ് അനിത ഡോങ്ക്രി, കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനറാണ് അനിത ഡോങ്ക്രി. ഇതെല്ലാം ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഡിസൈനേഴ്സ് ആണ്. ഇവയെ കൂടാതെ ഇഷ്ടംപോലെ ഡിസൈനേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കുറച്ചൊരു ഡിസൈനേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും അവരുടെ കളക്ഷൻസ് കണ്ടെത്താനും അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും തീർച്ചയായിട്ടും ശ്രമിക്കണം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിനോട് ചേർന്ന് 1-2 അസൈൻമെന്റുകളോടെ നിങ്ങൾക്ക് പറയുവാണ്. ഡ്രോ ഫാഷൻ സൈക്കിൾ ഫോർ സ്റ്റാൻഡേർഡ്, ക്ലാസിക് ആൻഡ് ഫാഡ് സ്റ്റൈൽസ്. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ടോപ്പ് 10 ഫാഷൻ ഡിസൈനേഴ്സ് ആൻഡ് their ലേബൽ ഓർ ഫാഷൻ ഹൗസ്. കേസ് സ്റ്റഡി റിപ്പോർട്ട് ഓഫ് എനി ഫേമസ് ഫാഷൻ ഡിസൈനർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യനോ ഇന്റർനാഷണലോ ആയിട്ടുള്ള ഒരു ഫാഷൻ ഡിസൈനറുടെ കേസ് സ്റ്റഡി റിപ്പോർട്ട് റെഡിയാക്കുക. ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനോട് ചേർന്നിട്ടുള്ള വർക്കുകൾ. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്